സംസ്ഥാന സർക്കാരിന്റെയും CPM-ന്റെയും മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഓരോ കാര്യങ്ങളും വലിച്ചുകീറി പുറത്തിടുകയാണ് മാധ്യമങ്ങൾ. ഏതായാലും CPM-കാർക്കായി ചെലവിട്ട കോടികളുടെ കണക്കും ഓരോ വീടിനായി ചെലവഴിക്കുന്ന കണക്കുമൊക്കെ ചർച്ചയാക്കിക്കൊണ്ട് മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിനൊടുവിൽ LDF-ന് വലിയ തിരിച്ചടിയേറ്റാൽ CPM-ഉം സർക്കാരും ഈ വിഷയത്തിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന് വ്യക്തം. CPM-കാർക്കായി ചെലവാക്കിയത് 4 കോടിയോളം, വീടൊന്നിന് 8 രൂപയോളം. യാത്രാപ്പടി വന്നതോടെ സർവേ ഹിറ്റ്. നവകേരള സർവേയുടെ പേരിൽ വീട് കയറാനായി CPM അനുഭാവികളിലേക്ക് സർക്കാർ എത്തിച്ചത് 4 കോടിയോളം രൂപ. 3 ആഴ്ച മുൻപ് വരെ കയറിയ വീടുകൾ 6 ലക്ഷമായിരുന്നെങ്കിൽ വീടൊന്നിന് 8 രൂപയോളം വീതം യാത്രാപ്പടി നിശ്ചയിച്ചതോടെ ഗൃഹസന്ദർശന നിരക്ക് കുതിച്ചു കയറി. ഈ മാസം 15-ന് അവസാനിപ്പിച്ച സർവേ അനുസരിച്ച് ആകെ കയറിയത് 49,73,021 വീടുകളിൽ. വോളണ്ടിയർമാർക്ക് മുഖ്യമന്ത്രി ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് മാത്രം നൽകുന്നതിന് പകരം യാത്രാ ചെലവ് നൽകാൻ തീരുമാനിച്ചതോടെയാണ് മാറ്റം. വോളണ്ടിയർമാരുടെ പരിശീലനത്തിനായി ചെലവിട്ടത് 1 കോടിയിലധികം രൂപ. എന്നാൽ പുതിയ സർക്കാർ LDF-ന്റേതല്ലെങ്കിൽ ഇത്രയും തുക ചെലവിട്ട് നടത്തിയ സർവേയുടെ റിപ്പോർട്ട് വെളിച്ചം കണ്ടേക്കില്ല. UDF എതിർപ്പുമായി കോടതിയിൽ എത്തിയതാണ്. 15-ന് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരും മുൻപേ സർവേയും പൊതുകൂട്ടായ്മയും ഓടിച്ചിട്ട് തീർത്തുവെന്നാണ് വ്യക്തമാകുന്നത്. ആകെ 40,548 പൊതുകൂട്ടായ്മകളിൽ സംഘടിപ്പിച്ചതിൽ 24,762 എണ്ണം കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളാണ്. പൊതുകൂട്ടായ്മകളിൽ പങ്കെടുത്ത 6,97,213 പേരിൽ 3,37,223 പേരും കുടുംബശ്രീ അംഗങ്ങൾ. വോളണ്ടിയർമാരിൽ 60% മാത്രമല്ല, അഭിപ്രായം അറിയിച്ചവരിലും പകുതി പേർ കുടുംബശ്രീ പ്രവർത്തകർ. കേരളത്തിന്റെ ഭാവി വികസനത്തിനുള്ള നിർദ്ദേശം, വികസന പദ്ധതികളിൽ വരുത്തേണ്ട മാറ്റം, പുതിയ ക്ഷേമ പദ്ധതികൾ, നിലവിലെ ക്ഷേമ പദ്ധതികളിലെ മാറ്റം എന്നിവയെക്കുറിച്ചാണ് സർവേയിൽ ചോദിച്ചത്. ഒപ്പം സർക്കാരിന്റെ 10 വർഷത്തെ നേട്ടങ്ങളുടെ പ്രചാരണവും ലക്ഷ്യമിട്ടിരുന്നു. മുൻപൊരിക്കലും ഇല്ലാത്ത വിധം അടിയൊഴുക്കുകളും കൂടുമാറ്റങ്ങളും. പോർക്കളത്തിലെത്തുമ്പോൾ ആർക്കായിരിക്കും തിരിച്ചടി, ആർക്കായിരിക്കും അനുകൂലക്കാറ്റ്? തിരഞ്ഞെടുപ്പ് ഒരുക്കം നേരത്തെ തുടങ്ങിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊടുന്നനെ തീയതി പ്രഖ്യാപിച്ചതിന്റെ അങ്കലാപ്പിലായിരുന്നു 3 മുന്നണികളും. എങ്കിലും LDF-ലെ പ്രധാന കക്ഷികളെല്ലാം സ്ഥാനാർത്ഥികളെ നേരത്തെ കളത്തിലിറക്കി. വ്യാഴാഴ്ചയുടെ 140 മണ്ഡലത്തിലും UDF-ഉം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. LDF-ന് 4 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. NDA-ക്ക് എല്ലാ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ ഇതുവരെ നിർത്താനായിട്ടില്ല. പക്ഷേ കേരളത്തിന്റെ മത്സര ചിത്രം ഏറെക്കുറെ തെളിഞ്ഞു. മിക്കവാറും മണ്ഡലങ്ങളിൽ മുഖ്യ എതിരാളികൾ പോരിനിറങ്ങിക്കഴിഞ്ഞു. മുൻപൊരിക്കലും ഇല്ലാത്ത വിധമുള്ള അടിയൊഴുക്കുകളും കൂടുമാറ്റങ്ങളും നിറഞ്ഞതാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് പോർക്കളം. LDF-ന്റെ ഭാഗമായിരുന്ന 6 ജനപ്രതിനിധികളാണ് എതിർപാളയത്തിലേക്ക് മാറി മത്സരത്തിനിറങ്ങുന്നത്. ഇതിൽ CC മുകുന്ദൻ, S രാജേന്ദ്രൻ, K അജിത്ത് എന്നിവർ BJP-യിലാണ്. G സുധാകരനും ഐഷ പോറ്റിയും VK ശശിയും UDF പക്ഷത്താണ് മത്സരിക്കുന്നത്. VS അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന A സുരേഷ് കോൺഗ്രസിന്റെ ഭാഗമായി മത്സരിക്കുന്നു. സീറ്റ് കിട്ടാത്തവരും സ്ഥാനാർത്ഥി നിർണയത്തിൽ വിയോജിപ്പുള്ളവരും കൂട്ടത്തോടെ പാർട്ടി വിടുന്നുണ്ട്. ഇത് ഏറിയ കൂറുമുള്ളത് കോൺഗ്രസിലാണ്. 3-ാം ഊഴം ഭരണമെന്ന മുദ്രാവാക്യവുമായി ഇറങ്ങുന്ന LDF-നും 1 പതിറ്റാണ്ട് പ്രതിപക്ഷത്തിരുന്നതിന്റെ ക്ഷീണം മാറ്റാൻ ഭരണത്തിലേക്ക് കയറാൻ പരിശ്രമിക്കുന്ന UDF-നും നിയമത്ത് പൂട്ടി അക്കൗണ്ട് വീണ്ടും തുറക്കുക എന്നത് മാത്രമല്ല, അംഗബലം ഉയർത്തി നിയമസഭയിൽ ഉണ്ടാകുക എന്ന ലക്ഷ്യവുമായി ഇറങ്ങുന്ന BJP-ക്കും ഈ തിരഞ്ഞെടുപ്പ് നിർണായകമാണ്. എന്നാൽ തിരഞ്ഞെടുപ്പ് നിലനിൽപ്പിന്റെ പോരാട്ടമായി മാറുന്ന ചില പാർട്ടികൾ കൂടിയുണ്ട്. 10 വർഷമായി നിയമസഭയിൽ ഒരു അംഗം പോലും ഇല്ലാത്ത പാർട്ടികളായി നിൽക്കുകയാണ് RSPയും CMPയും. ഇത്തവണ ആര് അധികാരത്തിൽ വന്നാലും നിയമസഭയിൽ ഈ പാർട്ടികളിലെ ഒരാളെങ്കിലും ഉണ്ടാവുക എന്നത് അവർക്ക് പ്രധാനമാണ്. കേരള കോൺഗ്രസ് പാർട്ടികൾക്കും തിരഞ്ഞെടുപ്പ് നെഞ്ചിടിപ്പുണ്ടാക്കുന്നതാണ്. കൊട്ടാരക്കര കൈവിട്ടതോടെ കേരള കോൺഗ്രസ് B നിലനിൽക്കുന്നത് പത്തനാപുരത്തെ ഗണേഷ് കുമാറിന്റെ ജയത്തിലൂടെയാണ്. പത്തനാപുരം മുൻപില്ലാത്ത വിധത്തിൽ മത്സരം കടുത്തു കഴിഞ്ഞു. അവിടെ ജയിക്കുകയെന്നത് ഗണേഷിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലനിൽപ്പിനും പ്രധാനമാണ്. കേരള കോൺഗ്രസ് M വല്ലാത്ത പരീക്ഷണത്തിലാണ്. ചെയർമാൻ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്നത് കൂടിയാണ് പാലായിലെ മത്സരം. മുന്നണി മാറ്റത്തിന് ഭൂരിപക്ഷവും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചപ്പോഴും റോഷി അഗസ്റ്റിനാണ് ഇടതുപക്ഷത്ത് പാർട്ടിയെ പിടിച്ചു നിർത്തിയത്. അതിനാൽ ഇടുക്കിയിൽ റോഷിക്കും വിജയിക്കേണ്ടത് അനിവാര്യമാണ്.